ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ് ഫ്രണ്ട്സ്, കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് തുടക്കക്കാർക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണ് വണ്ടിയായിട്ടൊരു കയറ്റത്തോട് കയറുന്ന സമയത്ത് പലപ്പോഴും കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാൻ കഴിയാതെ വരികയും കയറ്റം കയറുന്ന സമയത്ത് പലപ്പോഴും വണ്ടി ഓഫായി പോകുന്ന ഒരു സാഹചര്യം വരാറുണ്ട്. ഇങ്ങനെ വണ്ടി ഓഫായി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പല ആൾക്കാർക്കൊരു വാഹനത്തെ മുന്നോട്ടെടുക്കാനായിട്ട് അറിയത്തില്ല. വണ്ടി എടുക്കുന്ന സമയത്ത് ഒരുപാട് ലേറ്റൻസി ഉണ്ടാകും. പുറകിൽ വാഹനമുണ്ടെങ്കിൽ വണ്ടി ബാക്കിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. എടുത്താൽ പോലും കുറച്ച് സമയമെടുത്തായിരിക്കും വാഹനം മുന്നോട്ട് എടുക്കുന്നത്. എന്നാൽ കയറ്റത്തിൽ ഒരു വണ്ടി ഓഫായി കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡുകൾക്കുള്ളിൽ ഒരു വാഹനത്തെ വളരെ വേഗത്തിൽ മുന്നോട്ട് എളുപ്പത്തിൽ എടുക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓൾ അമർത്തിയിട്ടേക്കുക. അപ്പം ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ടും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന. നിങ്ങൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളിപ്പം ഒരു കയറ്റത്ത് വണ്ടി എടുത്ത് കാണിക്കാം. പ്രധാനപ്പെട്ട 2 പോയിന്റ് പറയാം. ഡ്രൈവിംഗ് പഠിക്കുന്നവർ ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ കയറ്റത്ത് നിങ്ങൾക്ക് വണ്ടി ഓഫായി പോകുന്ന സാഹചര്യം എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതിന് ഇത്രയും നിങ്ങൾ ചെയ്താൽ മതി. നമ്മളൊരു കയറ്റം കാണുന്ന സമയത്ത് പരമാവധി ഒരു സെക്കൻഡ് ഗിയറിലാണ് വരുന്നതെങ്കിൽ കയറ്റം തുടങ്ങുന്നതിന് മുന്നമേ തന്നെ ഫസ്റ്റ് ഗിയർ ഇട്ട് കയറാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ കയറ്റം കയറി പോകുന്ന സമയത്ത് കയറ്റത്തിൻ്റെ ഒരു പകുതിയോളമൊക്കെ അടുത്ത് വരുമ്പോൾ ഒരു സെക്കൻഡ് ഗിയറിലാണ് കയറി പോകുന്നതെങ്കിൽ ചിലപ്പോൾ ആ ഗിയറിൽ പോകാനായിട്ട് മടി കാണിച്ചിട്ട് വണ്ടി ഓഫാകാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് താഴേന്ന് തന്നെ ഫസ്റ്റ് ഗിയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ വണ്ടി ഓഫാകാതെ കയറ്റം കയറി പോകാനായിട്ട് സാധിക്കും. എന്നാൽ ചിലപ്പോൾ ഫസ്റ്റ് ഗിയറിൽ പോകുമ്പോഴും വണ്ടി നമുക്ക് കയറ്റത്ത് ഓഫായി പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ മുന്നിൽ ഒരു ട്രാഫിക്കോ അല്ലെങ്കിൽ ഒരു ബ്ലോക്കോ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി ഓഫായി പോകും. ഞാനിത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. എൻ്റെ കാല് ബ്രേക്കിൽ വരുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു, വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു, ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ കയറ്റത്തിലേക്ക് പോവുകയാണ്. ഇവിടെ നിരപ്പ് റോഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ബ്രേക്കിൽ നിന്ന് കാലയക്കാം, കാരണം വണ്ടി എങ്ങോട്ടും പോകില്ല. അതിനുശേഷം നമ്മൾ പതിയെ ആക്സിലറേഷൻ ലൈറ്റായിട്ട് മുന്നോട്ട് കൊടുക്കുന്നു. പതിയെ ക്ലച്ച് പോയിന്റിൽ നിന്ന്, അതായത് ഹാഫ് ക്ലച്ചിലേക്ക് നമ്മൾ ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ച് വണ്ടി മൂവ് ആകുന്ന ആ ഒരു പോയിന്റിലേക്ക് വരുന്നു. എന്നിട്ട് പതുക്കെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നമ്മൾ വണ്ടി ഇങ്ങനെ എടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ എടുത്ത് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇങ്ങനെ വണ്ടി ഫസ്റ്റ് ഗിയർ എടുത്താൽ ഉടൻ തന്നെ നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് ഇങ്ങനെ പോവാണ്. ഇങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ മുന്നിലായിട്ട് നമുക്ക് ഇത്തരത്തിലൊരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ബിഗിനേഴ്സ് ചെയ്യേണ്ടത് ഈ കയറ്റം കയറുന്നതിന് മുന്നമേ തന്നെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടണം. ഇനി എങ്ങനെ നമുക്ക് വളരെ വേഗത്തിൽ വാഹനത്തെ നമുക്ക് മുന്നോട്ട് എടുക്കാമെന്നുള്ളത് ഒന്ന് നോക്കാം. ഇതിന് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കൂടുതലായിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്കും ആക്സിലറേഷനിലേക്കും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ബ്രേക്കിൽ കാല് വെച്ച് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് പ്രോപ്പർ ബൈറ്റിംഗ് പോയിന്റിലേക്ക് വരിക. അവിടെ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് ആ പ്രോപ്പർ ബൈറ്റിംഗ് പോയിന്റ് നമ്മൾ ബാലൻസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ ക്യുക്കായിട്ട് കൊടുക്കുക. ക്യുക്കായിട്ട് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അയക്കണം. അതായത് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഏറ്റവും അവസാനമേ നിങ്ങൾ ആ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് കാല് പതുക്കെ അയക്കാവുള്ളൂ. ഒറ്റയടിക്ക് എടുക്കരുത്. ഒറ്റയടിക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കയറ്റത്തെടുക്കുമ്പോൾ വണ്ടി ഓഫായി പോകും. എന്നാൽ സെക്കൻഡുകൾക്കുള്ളിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ വണ്ടി എടുക്കുകയാണ്. വളരെ ക്യുക്കായിട്ട് നമുക്ക് സെക്കൻഡുകൾക്കുള്ളിൽ വാഹനത്തെ മുന്നോട്ട് എടുക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഹാൻഡ് ബ്രേക്കിൽ ഇടുന്നത് നിങ്ങൾ തുടക്കത്തിൽ ഒഴിവാക്കുക. കാരണം ഹാൻഡ് ബ്രേക്ക് ഇട്ട് എടുക്കാനായിട്ട് ബിഗിനേഴ്സിന് ഒരു പ്രത്യേക ബാലൻസ് വേണം. അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിക്കാം. ഹാൻഡ് ബ്രേക്ക് ഒഴിവാക്കുന്നു. ഇനി നമ്മൾ ബ്രേക്ക് കാല് വെച്ചുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരുവാണ്. നിങ്ങൾ നോക്കുക, വളരെ വേഗത്തിൽ ഞാൻ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരുന്നു, പ്രോപ്പർ പോയിന്റിൽ നിൽക്കുകയാണ്. ഇനി നമ്മൾ ഇവിടുന്ന് എടുക്കുന്ന സമയത്ത് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്ന സമയത്തെ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതുക്കെ കാലെടുക്കാവുള്ളൂ. ഇത് നമ്മൾ സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്യണം. നിങ്ങൾ നോക്കുക, ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു. ഈ സമയത്ത് എന്ത് ചെയ്യുന്നു, ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതുക്കെ എടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒരു വാഹനത്തെ കയറ്റത്തെടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു പോയിന്റ് ഇത്രയേ ഉള്ളൂ.
പ്രോപ്പർ ആയിട്ടുള്ള ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് നമ്മൾ ബാലൻസ് ചെയ്ത് പിടിക്കുക. ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് വളരെ സെക്കൻഡുകൾക്കുള്ളിൽ ആക്സിലറേഷൻ കൊടുക്കുക. ആ സമയത്ത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതുക്കെ കാലയക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ നിങ്ങളെ അത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം, വേഗത്തിൽ കാണിക്കാം. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇപ്പം ഞാനിവിടെ വണ്ടി വീണ്ടും ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്താണ്. ഇവിടെ നിന്ന് എനിക്ക് വണ്ടി എടുക്കണം. പെട്ടെന്ന് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് ഞാൻ വരുന്നു. ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു. മുന്നോട്ട് കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് ഞാൻ ബാലൻസ് ചെയ്യണം. നിങ്ങൾ നോക്കിയേ, ഇപ്പം എൻ്റെ വണ്ടി ആക്സിലറേറ്ററിലും ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലും ഞാൻ ബാലൻസ് ചെയ്ത് കയറ്റത്ത് ബ്രേക്ക് ഇല്ലാതെ വണ്ടിയെ നിർത്തിയേക്കാണ്. ഇനി ആക്സിലറേഷൻ ഞാൻ മുന്നോട്ട് കൊടുക്കുന്നു. ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് എടുക്കുമ്പോൾ എനിക്ക് വണ്ടി ഈസി ആയിട്ട് ഈ ഒരു കയറ്റത്ത് എടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം ഇതാണ് നിങ്ങൾ പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യേണ്ടത്. ഇത് ബാലൻസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു കയറ്റത്തും സെക്കൻഡുകൾക്കുള്ളിൽ ഒരു വണ്ടിയെ മുന്നോട്ട് എടുക്കാനായിട്ട് കഴിയുന്നതാണ്. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു വാഹനത്തെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് നമുക്ക് ഇത്തരത്തിലുള്ള കയറ്റത്തിൽ എടുക്കുന്നതെന്നും കൂടെ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പം ഞാൻ കയറ്റം കയറി ഒരു നിരപ്പ് റോഡിലാണ് വണ്ടിയായിട്ട് നിൽക്കുന്നത്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഡെമോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. നിങ്ങൾ ഇതിനു വേണ്ടി പ്രോപ്പറായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളൊരു കയറ്റത്ത് എടുക്കുന്ന സമയത്ത് ഹാൻഡ് ബ്രേക്ക് ഇട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുക. ഇടുന്ന സമയത്ത് എടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ ലോക്ക് ബട്ടണില്ലേ ജസ്റ്റ് മേളിലേക്ക് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഹാൻഡ് ബ്രേക്ക് ലോക്ക് അഴിയുന്ന ഒരു ഓപ്ഷനിലേക്ക് ഈ ബട്ടൺ വരും. ഈ സമയത്ത് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചു പിടിക്കുക. വലിച്ചു പിടിച്ച് ആദ്യം നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് ധൈര്യമായിട്ട് കയറ്റത്ത് ബ്രേക്കിൽ നിന്ന് കാലെടുക്കാം. കാരണം വണ്ടി ഒരു സൈഡിലേക്ക് റോൾ ആകില്ല. കാരണം എന്താണ്, ഹാൻഡ് ബ്രേക്ക് പിടിച്ചു വെക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് നമ്മൾ പ്രോപ്പറായിട്ട് വരുന്നു. എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിയെ മുന്നോട്ട് എടുക്കുന്ന സമയത്ത് ഈ ഹാൻഡ് ബ്രേക്ക് എടുക്കുന്നതുകൊണ്ട് വണ്ടി മൂവ് ആകില്ല. മൂവ് ആകാനായിട്ടുള്ള ഒരു പ്രതീതി കാണിക്കും, നല്ലൊരു പ്രതീതി കാണിക്കും. പ്രതീതി കാണിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഈ ഹാൻഡ് ബ്രേക്ക് പതിയെ അയച്ചു കൊടുക്കുക. അയച്ചു കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് നമ്മൾ വളരെ വേഗത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് ഒരു വാഹനത്തെ കയറ്റത്തെടുക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണം. സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തിയിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. ഒപ്പം നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഒരുപാട് പേര് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒന്നും എല്ലാ സമയത്തും റിപ്ലൈ കൊടുക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം എനിക്ക് ഡ്രൈവിംഗ് പഠിപ്പീരുണ്ട്, ഡ്രൈവിംഗ് സ്കൂളുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം. ഇതിൻ്റെ ഇടയ്ക്കാണ് റിപ്ലൈ കൊടുക്കുന്നത്. റിപ്ലൈ കൊടുക്കുന്ന സമയത്തും പുതിയ മെസ്സേജുകൾ വരുന്നതുകൊണ്ട് നമ്പർ താഴോട്ട് പോകും. ചില ആൾക്കാർക്ക് അതുകൊണ്ട് കൊടുക്കാനായിട്ട് സാധിക്കാതെ വരുന്നുണ്ട്. അതുകൊണ്ട് റിപ്ലൈ കിട്ടാത്തവരുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ഒന്നും കൂടെ മെസ്സേജ് അയച്ചാൽ മതി. തീർച്ചയായിട്ടും ഞാൻ അതിനുള്ള റിപ്ലൈ നൽകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.